ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഒരു ടൂണ കൊണ്ടൊരു ഫിഷ് കറി ആയാലോ? എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ? ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ക്യാനിൽ കിട്ടുന്ന ഒരു ടൂണയുടെ മീറ്റാണ്. ഇവിടുത്തെ എല്ലാ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. ഞാനിന്ന് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള, പിന്നെ ആവശ്യത്തിന് പുളി എന്നിവയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നല്ലപോലെ അരിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. ഇതിനു വേണ്ടി നമുക്ക് പാത്രം ചൂടായതിനു ശേഷം ആവശ്യത്തിലധികം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക്, ഉലുവ എന്നിവ കുറച്ചായി ചേർത്ത് കൊടുക്കുക. കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള ഇടാം. സവാള ഇട്ട് നല്ലപോലെ ഇളക്കി വരട്ടിയെടുക്കാം. ഉള്ളിയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് പാകപ്പെട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളിയും ക്യാപ്സിക്കവും ചേർത്ത് ഇളക്കി നല്ലപോലെ അടച്ചു വെക്കാം. ഇതെല്ലാം ചെറിയ തീയിൽ വേണം ചെയ്യാൻ. നേരത്തെ അടച്ചു വെച്ചിരുന്നത് ഇടയ്ക്കൂടെ ഒന്ന് തുറന്നു നോക്കി പാകമായോ എന്ന് നോക്കണം. പാകമായതിനു ശേഷം അതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് ചേർക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് നല്ലവണ്ണം ചൂടാക്കി എടുക്കുക. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ക്യാനിലെ ടൂണ പൊട്ടിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോഴേക്കും അതിലെ ചെറിയ ഓയിലുണ്ട്, അത് സെപ്പറേറ്റ് മാറ്റിയതിന് ശേഷം വേണം വേറൊരു പാത്രത്തിലേക്ക് ടൂണയുടെ മീറ്റിടാൻ. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയിലേക്ക് നമുക്ക് ഈ ടൂണയുടെ മീറ്റ് ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഇട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായ മീൻ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് പറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കറിവേപ്പില, ചെറിയ ജീരകം എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി ചെറിയ തീയിൽ 2 മിനിറ്റ് അടച്ചു വെക്കാം. അടച്ചു വെച്ച ടൂണ മീറ്റ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.